നമസ്കാരം. പോലീസിന്റെ ഒത്താശയോ അതോ കൊട്ടേഷനോ? ഇത് കേരളമാണോ അതോ ഗുണ്ടകളുടെ രാജ്യമാണോ? ഇങ്ങനെ ചിന്തിക്കുവാൻ ഓരോ മലയാളിയെയും പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നത്. ഒരിക്കലും ചിന്തിക്കാത്ത, ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സ്ഥിതികൾ ഇവിടെ ഉണ്ടാകുന്നു നമ്മുടെ നാട്ടിൽ. നമ്മുടെ കൊച്ചു കേരളത്തിലെ സ്ഥിതിവിശേഷം എന്ന് പറയപ്പെടുന്നത് അങ്ങ് ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലും ഒക്കെ നടന്നിരുന്നുവെങ്കിൽ അതൊക്കെ അങ്ങ് ഉത്തർപ്രദേശിലും ബീഹാറിലുമല്ലേ നടന്നത് എന്ന് പറഞ്ഞ് നമുക്ക് കൈ കഴുകാമായിരുന്നു. പക്ഷേ ഇത് നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്, ഇങ്ങ് പത്തനംതിട്ടയിലാണ്, തിരുവല്ലയിലാണ്. ഗുണ്ടാപ്പിരിവ് നൽകിയില്ല, അതുകൊണ്ട് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ഇന്നലെ കേട്ട വാർത്തകളിൽ ഏറ്റവും ഹൃദയസ്പൃക്കായ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത. ഇങ്ങനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സ്ത്രീയെ അവരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നു. മാത്രമല്ല, ഈ പകർത്തിവെച്ച ദൃശ്യങ്ങളടക്കം അവിടെയുള്ള മറ്റു ജീവനക്കാർക്ക് കാട്ടിക്കൊടുക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടും പോലീസ് ഒളിച്ചുകളി നടത്തുന്നു. തിരുവല്ല പോലീസ് വെട്ടിലായത് CCTV ദൃശ്യങ്ങൾ പുറത്തായതോടുകൂടിയാണ്. കാപ്പ പ്രതിയായിട്ടുള്ള മരണസുബിനും സംഘവും കൂട്ടബലാത്സംഗം നടത്തിയ വാർത്ത വന്നിട്ടും അറിഞ്ഞിട്ടും പോലീസ് എന്തുകൊണ്ട് ഒത്തുകളിച്ചു? അതൊരു പോലീസിന്റെ ഒത്താശയാണോ അതോ കൊട്ടേഷനാണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. തിരുവല്ലയിലെ മഞ്ഞാടിയിൽ ഗുണ്ടാപ്പിരിവ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സ്പാ ജീവനക്കാരിയെ സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു പരാതിയുണ്ട്. കാപ്പ കേസ് പ്രതിയായിട്ടുള്ള മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും മറ്റ് 5 പേരും ചേർന്നാണ് ക്രൂരകൃത്യം നടത്തിയത്. സംഭവം നടന്നത് കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു. വൈകിട്ട് 3:30 ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ഈ വാർത്ത അറിയുന്നത് ഇന്നലെയാണ്, അതായത് 6-ാം തീയതി. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടും ഇതൊന്നും പോലീസ് അറിയുന്നില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. സ്ഥാപനം നടത്തുന്ന യുവതിയെ മർദ്ദിക്കുന്നു. സ്പാലെത്തിയ യുവാവിനെയും ജീവനക്കാരെയും ബലമായി റൂമിൽ കയറ്റി മെത്തേൽ കിടത്തി സംഘം വീഡിയോ ചിത്രീകരിക്കുന്നു. സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് സുബിൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവർ റിമാൻഡിലുമാണ്. ഒളിവിലുള്ള മറ്റ് 3 പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രതികൾ സ്പായിൽ നിന്നും 2500 രൂപ ബലം പ്രയോഗിച്ച് തട്ടിയെടുത്ത ശേഷമാണ് മടങ്ങിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചു എന്നതാണ്. സ്പായിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് പോലീസ് വെട്ടിലായിരിക്കുന്നത്. തിരുവല്ല നഗരത്തിൽ നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചില പോലീസുകാർ പതിവായിട്ട് എത്തി ഇവിടെ നിന്ന് ഈ പടി വാങ്ങുന്ന ഒരു ഏർപ്പാടുണ്ട്. ഈ സ്പാകളിലെത്തിയിട്ട് രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ പിരിവ് നടത്തുന്നു എന്നതാണ് വിവരം. അപ്പോൾ ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർ SPI അടക്കം ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്പായിലേക്ക് കടന്നു വരുന്ന ഗുണ്ടാസംഘം സ്ത്രീകളെ അപമാനിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പണം ചോദിച്ചാണ് ഇവർ വന്നത് എന്നുള്ളതാണ്. വന്ന പാടെ നടത്തിപ്പുകാരിയോട് ഇവർ പണം ആവശ്യപ്പെടുന്നു. വിസമ്മതിച്ചപ്പോൾ വലിച്ച് തൊട്ടടുത്തുള്ള റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി സ്പാ ബെഡിലേക്ക് തള്ളിയിടുകയും കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. സ്പായിൽ വന്ന മറ്റൊരു കസ്റ്റമറെയും സ്ഥാപന ഉടമയെയും ഒരുമിച്ച് കിടത്തി ഫോട്ടോ എടുത്തു. ഇതാണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ. വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി, കസ്റ്റമറെ ഉപദ്രവിച്ചു. ഇങ്ങനെ 6 പ്രതികൾ ചേർന്ന് ഒരു കേസ് ഉണ്ടായിരിക്കുന്നു. പക്ഷെ ആ കേസ് ഉണ്ടായിട്ടും നമ്മുടെ പോലീസിന് അനക്കമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗുണ്ടാപ്പിരിവ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കണ്ണടച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഇവർക്ക് മുൻപിൽ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ ജീവനക്കാരികൾ ഇപ്പോൾ പറയുന്നത് പോലെ ഇത് മറ്റേതോ ആ സ്പാകളിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഓണർമാർ, അവിടുത്തെ മുതലാളിമാർ നൽകിയ കൊട്ടേഷനാണ് ഇവർക്ക് ഈ മരണ സുബിൻ എന്ന് പറയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറിന് കൊടുത്ത കൊട്ടേഷനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കാരണം ഈ സുബിൻ അലക്സാണ്ടർ ഈ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സമയത്ത് തന്നെ പറയുന്നത് ഇത് നിനക്ക് തരുന്ന കൊട്ടേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഗുണ്ട പ്രവർത്തനം നടത്താൻ ആർക്കും ഒരു മടിയുമില്ലാതായിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ. എവിടെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ്? എവിടെയാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ? തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെ കാണേണ്ടി വരുന്നത് ഗതികേടാണ്. സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു സ്ത്രീയെ, ഒരു വനിതയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വനിതാ സുരക്ഷയും സംരക്ഷണവും സ്ത്രീ സംരക്ഷണവും ഒക്കെ വാദിക്കുന്ന ഇവിടുത്തെ സ്ത്രീ സംരക്ഷകരൊക്കെ എവിടെ പോയി? ഫെബ്രുവരി മാസം 1-ാം തീയതി നടന്നു എന്ന് പറയപ്പെടുന്ന ഈ കേസ് ഫെബ്രുവരി മാസം 6-ാം തീയതിയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രം തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഒരു കേസ് നടന്നപ്പോൾ, ഇങ്ങനെ ബലാത്സംഗം നടന്നു എന്നുള്ള പരാതി കൊടുത്തിട്ടും അത് മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? ഒരു സ്ത്രീയെ കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്യുക,
ഗുണ്ടാപ്പിരിവ് നൽകിയില്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളം എന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്ത് എത്രത്തോളം അധപ്പതിച്ചു പോയ ഒരു വർഗമായി തീർന്നു. മാത്രമല്ല എന്തും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ഇവിടുത്തെ സർക്കാരിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും നിയമ സംവിധാനങ്ങളുടെയും വീഴ്ചയാണ്. ഈ വീഴ്ചകൾ കണ്ടില്ല എന്നടിക്കരുത്. പോലീസിന്റെ ഒത്താശയോടുകൂടി കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ ഇപ്പോൾ ഇവിടെ തഴച്ചു വളരുകയാണ്. ഇത് കേരളമാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. അത്രയ്ക്ക് ഗതികെട്ട ഗുണ്ടകളുടെ രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. ഇത്രയും വൃത്തികെട്ട സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറുമെന്ന് ഒരിക്കലും നമ്മൾ കരുതിയിരുന്നില്ല. നമ്മൾ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം, മധ്യപ്രദേശിലാണ്, മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും യു പിയിലാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള ഇതേപോലത്തെ സ്ത്രീ വിരുദ്ധത നമ്മൾ കണ്ടിട്ടുണ്ട്, കൂട്ടബലാത്സംഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും അന്ന് കേരളത്തിലെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകരടക്കം പറയുന്ന അതങ്ങ് ബീഹാറിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും യു പിയിലുമല്ലേ നടന്നതെന്ന്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് അതൊരു പരാതിയായിട്ട് ഒരു പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ട് പോലീസ് എന്ത് തീരുമാനമെടുത്തു? 6-ാം തീയതി വരെ എന്തുകൊണ്ട് പൊതുസമൂഹം ഇത് അറിഞ്ഞില്ല? ആ സ്പായിൽ നിന്ന് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രം ഇങ്ങനെ ഒരു സംഭവം, ഞെട്ടിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ നടന്നു എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം എല്ലാ വാർത്താ മാധ്യമങ്ങളും പുറത്തുവിട്ടത്. പക്ഷെ എന്നിട്ടും നടപടിക്രമങ്ങൾ കൃത്യമായിരുന്നു. ഇങ്ങനെയാണോ ഒരു നടപടി ചെയ്യേണ്ടത്? പോലീസ് സംവിധാനം ഇങ്ങനെയാണോ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്? സ്ത്രീ സുരക്ഷയും വനിതാ സംരക്ഷണവും ഒക്കെ അവകാശപ്പെടുന്ന സർക്കാരിന് ഇത് എന്തു പറ്റി? ആഭ്യന്തര സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് പറയപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പോലീസ് മാതൃകയാകുമെന്ന് പറയുന്നിടത്താണ് പോലീസ് ഇത്രത്തോളം മാതൃകയല്ലാതാവുകയും ഗുണ്ടകളുടെ ഒത്താശപ്പണി ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് തരം താണു പോയിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെ പ്രതിഫലിക്കാതെ പോകുമോ? വനിതാ സംരക്ഷണമെന്ന് അവകാശപ്പെടുകയും സ്ത്രീകളുടെ സുരക്ഷ ഒരുക്കുകയും ചെയ്യുമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അൻപേ പരാജയമാണ് എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാകട്ടെ ഇത്.